ഈ ലോകത്ത് എന്തെങ്കിലും തരത്തിലുള്ള റെക്കോർഡുകൾ സൃഷ്ടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ബഹുഭൂരിപക്ഷവും. ഗിന്നസ് ബുക്കിൽ ഒരു പേര് വരാൻ വേണ്ടി ധാരാളം സാഹസങ്ങൾ കാണിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ അവരിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. അമേരിക്കയിലെ കോടതികളെ വിറപ്പിച്ച ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കേസ് രാജാവ്. ലോക റെക്കോർഡ് വേണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പോയ ഒരു വിചിത്രനായ മനുഷ്യൻ, ജോനതൻ ലീ റിച്ചസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പുള്ളിക്കാരനെ പറ്റിയാണ്. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടും സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ജോനതൻ ലീ റിച്ചസ് എന്ന വ്യക്തിയെ അമേരിക്കൻ നിയമവ്യവസ്ഥ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ദ ലിറ്റിജിയസ് ലിബർട്ടൈൻ എന്നാണ്. 4000-ലധികം കേസുകൾ ഫയൽ ചെയ്ത ഇദ്ദേഹത്തിന്റെ കേസുകളുടെ പിന്നിലെ കാരണങ്ങൾ പലപ്പോഴും വിചിത്രവും അതേപോലെ ചിരി ഉണ്ടാക്കുന്നതുമാണ്. ജോനതൻ ലീ റിച്ചസിന്റെ ജീവിതം പരിശോധിച്ചാൽ ഒരു സാധാരണ കുറ്റവാളി എന്നതിലുപരി നിയമവ്യവസ്ഥയെ ഒരു വിനോദോപാധിയാക്കി മാറ്റിയ ഒരു വ്യക്തിയാണെന്ന് കാണാൻ സാധിക്കും. 1970-ൽ അമേരിക്കയിലെ പെൻസിൽവാനിയയിലാണ് ജോനതൻ ജനിച്ചത് എന്ന് കാണാം. അദ്ദേഹം ഒരു സാധാരണ പൗരനൊന്നുമല്ലായിരുന്നു. ചെറുപ്പം മുതലേ പലതരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഇദ്ദേഹം മറ്റൊരാളുടെ വിലാസമോ അല്ലെങ്കിൽ രേഖകളോ ഉപയോഗിച്ച് തട്ടിപ്പുകളൊക്കെ നടത്തുന്ന ഐഡന്റിറ്റി തെഫ്റ്റ്, അതേപോലെ വയർ ഫ്രോഡ് തുടങ്ങിയ ധാരാളം കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2000-ന്റെ തുടക്കത്തിൽ തട്ടിപ്പ് കേസുകളിൽപ്പെട്ട് അദ്ദേഹം ജയിലിലാകുന്നത് കാണാം. ജയിലിലെ ഏകാന്തതയും വിരസതയും ഒക്കെ അദ്ദേഹത്തെ വളരെ വിചിത്രമായ പുതിയൊരു ഹോബിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. ജയിലിലെ ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ പുറം ലോകത്തെ കേസുകൾ ഫയൽ ചെയ്യാൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് അദ്ദേഹം ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കുകയാണ്. അങ്ങനെ സ്വന്തം കൈകൾ കൊണ്ട് അദ്ദേഹം പരാതികൾ എഴുതി കോടതികളിലേക്ക് അയക്കുവാനുള്ള പുതിയൊരു സംഭവം തുടങ്ങിയാണ്. ലോകപ്രശസ്തരായ വ്യക്തികളെയും വസ്തുക്കളെയും കേസിൽ പ്രതിയാക്കുന്നതിലൂടെ മാധ്യമ ശ്രദ്ധ നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് കോടതിയെ വെല്ലുവിളിക്കുന്നത് അദ്ദേഹം ഒരു ഹരമായി കാണാൻ തുടങ്ങി. പണം നേടുക എന്നതിലുപരി തനിക്ക് ആർക്കെതിരെയും കേസ് കൊടുക്കാമെന്ന് തെളിയിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. കേസ് കൊടുക്കുന്നതൊന്നും വെറുതെ അല്ല, അതിൽ ബുദ്ധിപരമായിട്ടുള്ള ചില വശങ്ങൾ കൂടി ഉണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. അതറിയണമെങ്കിൽ അദ്ദേഹം ആർക്കൊക്കെ എതിരെയാണ്, എങ്ങനെയൊക്കെയുള്ള കേസാണ് കൊടുത്തത് എന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ജോനതൻ ലീ റിച്ചസ് ടെക് ലോകത്തെ അതികായകന്മാരായിട്ടുള്ള സ്റ്റീവ് ജോബ്സിനും അതേപോലെ ബിൽ ഗേറ്റ്സിനുമെതിരെ നൽകിയ കേസുകൾ അദ്ദേഹത്തിന്റെ നിയമ പോരാട്ടത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള അധ്യായങ്ങളാണ് എന്ന് പറയേണ്ടതാണ്. റിച്ചസ് ഫയൽ ചെയ്ത പരാതി പ്രകാരം സ്റ്റീവ് ജോബ്സും അതേപോലെ ബിൽ ഗേറ്റ്സും ചേർന്ന് തന്നെ രഹസ്യമായി നിരീക്ഷിക്കുന്നു എന്നതാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്ന കാര്യം. തൻ്റെ തലച്ചോറിൽ ഇവർ രഹസ്യമായി ഒരു മൈക്രോ ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടെന്നും അതിലൂടെ തൻ്റെ ചിന്തകൾ അവർ മോഷ്ടിക്കുന്നുവെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. ആപ്പിൾ, മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ ഈ തങ്ങളുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നുവെന്നും തന്നെ മാനസികമായി തളർത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചു. ഈ കേസുകൾ ഫയൽ ചെയ്യുന്ന സമയത്ത് റിച്ചസ് ജയിലിൽ തന്നെയായിരുന്നു. ജയിലിനുള്ളിലെ റേഡിയോ സിഗ്നലുകളും മറ്റും ഉപയോഗിച്ചാണ് ഇവർ തന്നെ നിയന്ത്രിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത്. തന്നെ മാനസിക വിഷമത്തിന് കോടിക്കണക്കിന് ഡോളർ പരിഹാരം വേണമെന്നുമുള്ള ഒരു ആവശ്യവും കൂടി അദ്ദേഹം എന്നോട് പറയുന്നുണ്ട്. പരാതി വായിച്ച ജഡ്ജിമാർ ഇത് കേവലം ഡെല്യൂഷണൽ ക്ലെയിംസ് ആണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വിലയിരുത്തിയുണ്ടായി. അതുകൊണ്ട് തന്നെ സ്റ്റീവ് ജോബ്സോ ബിൽ ഗേറ്റ്സോ ഈ കാര്യത്തിൽ ഒരു മറുപടിയും നൽകണ്ട എന്ന് കോടതി കണ്ടെത്തി. കേസുകളിൽ യാതൊരുവിധ തെളിവോ യുക്തിയോ ഇല്ലാത്തതുകൊണ്ട് തന്നെ കോടതി ഇത് തള്ളിക്കളയുകയും ചെയ്തു. ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കേസുകൾ നൽകി കോടതിയുടെ സമയം പാഴാക്കിയതിനാൽ റിച്ചസിനെ വെക്സേഷ്യസ് ലിറ്റിഗന്റ്, അതായത് അനാവശ്യമായി കേസ് കൊടുക്കുന്നയാൾ എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് കോടതി എത്തുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു കേസാണ് ജോനതൻ ലീ റിച്ചസിനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനാക്കി മാറ്റുന്നത് എന്നറിയാം. ഈ സെലിബ്രിറ്റികളെയൊക്കെ കേസിൽ വലിച്ചിഴച്ച് പ്രശസ്തി നേടുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രമായിരുന്നു. അദ്ദേഹം അത് വിജയിക്കുകയും ചെയ്തു. പല മാധ്യമങ്ങളും ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും കേസ് കൊടുത്ത ജയിൽ പുള്ളി എന്ന പേരിലാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെയാണ് വാർത്തകൾ വന്നത്. സോ അദ്ദേഹത്തിൻ്റെ ജോലിയിൽ അദ്ദേഹം അവിടെ വിജയിച്ചു.
ജൊനാഥൻ ലീ റിച്ചസ് ജയിലിലായിരിക്കുന്ന സമയത്താണ് ജോർജ് ബുഷിനെതിരെ അദ്ദേഹം കേസ് ഫയൽ ചെയ്യുന്നത്. തന്റെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ പ്രസിഡന്റ് ലംഘിക്കുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട പരാതി. കൂടാതെ ബുഷ് ഭരണകൂടം തന്നെ രഹസ്യമായി നിരീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പ്രധാനമായി ആരോപിച്ചു. തന്റെ ജയിൽ മുറിക്ക് മുകളിലായിട്ട് ബുഷ് സ്പൈ വിമാനങ്ങളൊക്കെ അയക്കുന്നുണ്ടെന്നും തന്റെ ഓരോ നീക്കങ്ങളും വൈറ്റ് ഹൗസ് അടക്കം നിരീക്ഷിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കോടതിയിൽ എഴുതി നൽകുകയുണ്ടായി. ഈ കേസ് ഫയൽ ചെയ്തതോടെ മാധ്യമങ്ങളൊക്കെ ഇത് ഏറ്റെടുക്കുവാനായിട്ട് തുടങ്ങി. ഒരു സാധാരണപ്പെട്ട തടവുകാരൻ ഒരു പ്രസിഡന്റിനെതിരെ കേസ് കൊടുക്കുന്നത് അക്കാലത്ത് ഭയങ്കര വലിയ വാർത്തയൊക്കെയായിരുന്നു. എന്നാൽ കോടതി ഈ ഒരു പരാതിയെ ഭ്രാന്തൻ ചിന്തകൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ഒരു പ്രസിഡന്റിന് ഒരു സാധാരണപ്പെട്ട തടവുകാരനെ നിരീക്ഷിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. കേസ് അതുകൊണ്ട് തന്നെ ഉടനടി തള്ളിപ്പോവുകയും ചെയ്തു. ബരാക് ഒബാമയ്ക്കെതിരെയുള്ള കേസാണ് അടുത്ത പ്രധാനപ്പെട്ട ഒരു കേസ്. ഒബാമ അമേരിക്കൻ ഭരണഘടനയെ അട്ടിമറിക്കുന്നുവെന്നും പൗരന്മാരുടെ, പ്രത്യേകിച്ച് ഈ റിച്ചസിന്റെ വ്യക്തി സ്വാതന്ത്ര്യം കവർന്നെടുക്കുന്നുവെന്നുമാണ് അദ്ദേഹം ആരോപിക്കുകയുണ്ടായത്. ഒബാമയുടെ ചില സാമ്പത്തിക നയങ്ങൾ തന്നെ വ്യക്തിപരമായി ബാധിച്ചുവെന്നും അദ്ദേഹം തന്റെ പരാതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒബാമയ്ക്കെതിരെ ഇത്ര ആയിരക്കണക്കിന് കേസുകളൊക്കെ അമേരിക്കയിൽ സാധാരണ വരാറുള്ളതാണ്. എങ്കിലും റിച്ചസിന്റെ കേസ് അതിന്റെ ഭാഷാശൈലി കൊണ്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ കോടതികൾ ഇത്തരം കേസുകൾ പരിഗണിക്കുവാൻ പോലും തയ്യാറായില്ല എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എലിസബത്ത് രാജ്ഞി, പോപ്പ് ബെനഡിക്റ്റ് 16 പോപ്പ് ഗായികയായിട്ടുള്ള ബ്രിട്നി സ്പിയേഴ്സ്, അതേപോലെ ജസ്റ്റിൻ ബീബർ, അമേരിക്കൻ ഫുട്ബോൾ താരമായിട്ടുള്ള മൈക്കൽ വിക്ക്, മുൻ ഇറാഖ് ഭരണാധികാരിയായിട്ടുള്ള സദ്ദാം ഹുസൈൻ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആളുകൾക്കെതിരെ എല്ലാം അദ്ദേഹം കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സ്വാതന്ത്ര്യ സമരകാലത്തെ ചരിത്രപരമായിട്ടുള്ള രേഖകളൊക്കെ വളച്ചൊടിച്ച് ബ്രിട്ടീഷ് രാജകുടുംബം ഇന്നും അമേരിക്കൻ പൗരന്മാരെ അടിമകളാക്കി വെച്ചിരിക്കുന്നുവെന്നും തൻ്റെ വസ്തുവകകൾ രാജ്ഞി കൈവശപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നായിരുന്നു ക്യൂൻ എലിസബത്ത് സെക്കൻഡിനെതിരെയുള്ള ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. രാജ്ഞി വളരെ വലിയൊരു തുക നഷ്ടപരിഹാരം നൽകണമെന്ന് കാണിച്ച് അദ്ദേഹം കോടതിയെ സമീപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കോടതിയിൽ ഇത്തരമൊരു കേസ് നിലനിൽക്കില്ല എന്ന് കണ്ട് കോടതി ഇത് അപ്പോൾ തന്നെ തള്ളുകയും ചെയ്തു. പോപ്പ് ബെനഡിക്റ്റ് 16 തന്നെ സഭയിൽ നിന്നൊക്കെ പുറത്താക്കാനായിട്ട് ശ്രമിക്കുന്നുവെന്നും തൻ്റെ പ്രാർത്ഥനകൾക്ക് വത്തിക്കാൻ തടസ്സം നിൽക്കുന്നുവെന്നും അദ്ദേഹം പുതിയ ഒരു പരാതിയിൽ പറഞ്ഞു. ഇതൊന്നും കൂടാതെ വത്തിക്കാന്റെ സ്വത്തുക്കളിൽ തനിക്ക് അവകാശമുണ്ട് എന്ന് പോലും അദ്ദേഹം വാദിച്ചു. മതാത്മകമായിട്ടുള്ള വിഷയങ്ങളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ആരോപണങ്ങൾ അസംബന്ധമാണെന്നും നിരീക്ഷിച്ചതോടുകൂടി ഈ കേസും ഡിസ്മിസ് പോവുകയാണ് ചെയ്യുന്നത്. തന്റെ ജയിൽ മുറിയിലേക്ക് ബ്രിട്നി സ്പിയേഴ്സ് വളരെ രഹസ്യമായി കടന്നു വരുന്നുണ്ടെന്നും അവർ പാട്ടുകളിലൂടെ തന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയൊരു പരാതി. തന്റെ സ്വകാര്യ ജീവിതം ഗായിക നശിപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം കേസിൽ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. സെലിബ്രിറ്റികളോടുള്ള ഒരുതരം ഭ്രാന്തമായ ഒബ്സഷന്റെ ഭാഗമാണിത് എന്നാണ് കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ കേസ് തള്ളിപ്പോയി. ഫുട്ബോൾ താരമായിട്ടുള്ള മൈക്കൽ വിക്ക് തന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നെന്നും തൻ്റെ പക്കൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും അതേപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളും എല്ലാം മോഷ്ടിച്ചു എന്നാരോപിച്ച് $63 മില്യൺ ഭീമമായിട്ടുള്ള തുകയ്ക്കുള്ള ഒരു കേസാണ് നൽകിയത്. ഇതാണ് മറ്റൊരു സംഭവം. മൈക്കൽ വിക്ക് അക്കാലത്ത് നായപ്പോരിന്റെ പേരിൽ ജയിലിലൊക്കെ ആയിരുന്നു. ആ വാർത്ത കണ്ടുകൊണ്ടാണ് റിച്ചസ് ഈ ഒരു കേസ് കൊടുത്തത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞതോടെ 2007 ഈ കേസും കോടതി തള്ളി. ജസ്റ്റിൻ ബീബറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് തന്നെ മർദ്ദിച്ചുവെന്നും തന്റെ പക്കലുണ്ടായിരുന്ന പണം തട്ടിയെടുത്തുവെന്നും മറ്റൊരു കേസ് അദ്ദേഹം കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കേസ് ഫയൽ ചെയ്യുന്ന സമയത്ത് ബീബർ മറ്റൊരു സ്ഥലത്തൊരു സംഗീത പരിപാടിയിലൊക്കെ ആയിരുന്നു എന്ന് തെളിഞ്ഞു. റിച്ചസിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്ന് കണ്ടതോടുകൂടി ഈ ഒരു കേസും തള്ളിപ്പോയി. മാത്രമല്ല വലിയൊരു പരിഹാസപാത്രം കൂടിയായി അദ്ദേഹം. സീരിയസ് ആയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരാതി കൊടുക്കൽ എന്താണെന്നാൽ അത് സദ്ദാം ഹുസൈനെതിരെയുള്ളതായിരുന്നു. ഹുസൈൻ തന്നെ വ്യക്തിപരമായി ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഇറാഖിലെ ഒക്കെ ഉണ്ടായ ആ യുദ്ധം തൻ്റെ മനസമാധാനം കളഞ്ഞുവെന്നും കാണിച്ചുകൊണ്ട് അന്താരാഷ്ട്ര കോടതികളിലടക്കം അദ്ദേഹം പലതരത്തിലുള്ള പരാതികൾ കൊടുക്കുന്നു. യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഇത്തരത്തിൽ കേസിൽ കൊടുക്കുന്നതിലൂടെ ഒരു ആഗോള സംരക്ഷകൻ എന്ന ഒരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് കാണാം. അപ്പോൾ മനുഷ്യനെയും ജീവനുള്ള വസ്തുക്കളെയും മാത്രമാണ് അദ്ദേഹം കേസിൽ ഉൾപ്പെടുത്തിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തെറ്റി. പാരീസിലെ ഈഫൽ ടവർ ഒരു കൂറ്റൻ ആന്റണിയാണെന്നും അതുപയോഗിച്ച് തൻ്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ ഫ്രഞ്ച് സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അത് തന്നെ ഭയപ്പെടുത്തുന്നുവെന്നും
അതുകൊണ്ട് തന്നെ ആ ടവർ അവിടെ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കേസ് കൊടുക്കുന്നുണ്ട്. പ്ലൂട്ടോ ഗ്രഹത്തിന്റെ തണുപ്പും ഭാരമില്ലായ്മയും ഭൂമിക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം മറ്റൊരു കേസ് കൊടുത്തത്. വാഷിംഗ്ടൺ DC-യിലുള്ള ലിങ്കൺ മെമ്മോറിയൽ തന്നെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുവെന്നും അദ്ദേഹം മറ്റൊരു പരാതി കൊടുക്കുന്നുണ്ട്. എബ്രഹാം ലിങ്കന്റെ പ്രതിമ രാത്രികാലങ്ങളിൽ തന്നോട് സംസാരിക്കാറുണ്ടെന്നും അത് തന്നെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു കേസ് കൊടുക്കുന്നു. തോർ, ഒഡിൻ തുടങ്ങിയ നോസ് ദൈവങ്ങളുണ്ട്. അവർക്കെതിരെയും അദ്ദേഹം പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇടിമിന്നലും മഴയും ഒക്കെ ഉണ്ടാക്കി ഈ ദൈവങ്ങൾ തന്നെ യാത്രകൾ തടസ്സപ്പെടുത്തുന്നുവെന്നും തന്റെ വീട് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവെന്നൊക്കെയാണ് കേസിൽ അദ്ദേഹം ആരോപിക്കുന്നത്. അമേരിക്കയിലെ പ്രശസ്തമായിട്ടുള്ളൊരു ഗ്രാൻഡ് കനിയൺ എല്ലാവർക്കും അറിയാം. അതവിടെ ഉള്ളത് തനിക്ക് വലിയ അപകടമുണ്ടാക്കുന്നുവെന്നും അത് പ്രകൃതിദത്തമായ ഒന്നല്ല, മറിച്ച് തന്നെ ഉപദ്രവിക്കാനായി ആരെങ്കിലും നിർബന്ധിതമായി നിർമ്മിച്ചതാണ് എന്നാണ് അദ്ദേഹം പ്രധാനമായും കേസിലൂടെ വാദിക്കുന്നത്. സൊമാലിയൻ കടക്കൊള്ളക്കാർ ജയിലിൽ വന്ന് തന്റെ സാധനങ്ങൾ സ്ഥിരമായി മോഷ്ടിക്കാറുണ്ടെന്നും വിവിധ തരത്തിലുള്ള ഔഷധ കമ്പനികൾ തന്റെ ശരീരത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു എന്നിങ്ങനെയുള്ള വളരെ വിചിത്രമായ കേസുകളും അദ്ദേഹത്തിന്റെ പക്കലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും ഒരു ഞെട്ടലോ പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സോ ഉണ്ടാകാത്ത ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന ഒരു കാര്യം കൂടി കേട്ടുകൊള്ളുക. അമ്മയോളം വരില്ല ലോകത്ത് മറ്റൊന്നും എന്ന് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു വാചകമാണ്. എന്നാൽ സ്വന്തം അമ്മയെ കോടതി കയറ്റിയ, അതും കോടികളുടെ നഷ്ടപരിഹാരം ചോദിച്ച ഒരു മകനാണ് നമ്മുടെ ഈ കേസ് രാജാവായിട്ടുള്ള ജോനതൻ ലീ റിച്ചസ്. $20 മില്യൺ, അതായത് ഏകദേശം 160 കോടിയിലധികം രൂപയാണ് ജോനതൻ തൻ്റെ അമ്മയിൽ നിന്ന് നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടത്. അപ്പോൾ എന്ത് തെറ്റായിരുന്നു ആ അമ്മ ചെയ്തത് എന്ന് കേട്ടാൽ നിങ്ങൾ നെറ്റി ഒളിക്കും. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യം ഇതാണ്: എന്നെ ഒരു നല്ല മകനായി വളർത്തുന്നതിൽ എൻ്റെ അമ്മ പൂർണ്ണമായും പരാജയപ്പെട്ടു. എനിക്ക് വേണ്ടത്ര മര്യാദകൾ പഠിപ്പിച്ചു തന്നില്ല, ലോകത്തെ നേരിടാൻ എന്നെ പ്രാപ്തനാക്കിയില്ല. എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മുഴുവനായും കാരണം എൻ്റെ അമ്മയാണ്. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി. തീർന്നില്ല, തൻ്റെ വളർത്തു മൃഗങ്ങളെ അമ്മ ശരിയായി നോക്കിയില്ലെന്നും തനിക്ക് ലഭിക്കേണ്ട സ്നേഹവും പരിചരണവും അമ്മ നിഷേധിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ഒരു മകൻ അമ്മയോട് സ്നേഹം കാണിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ അമ്മയെ തളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജോനതൻ ശ്രമിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഈ കേസ് കോടതിയിലെത്തിയപ്പോൾ ജഡ്ജി അടക്കം ഒന്ന് അമ്പരന്നുപോയി. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ പറയുന്നത് എന്ന് കോടതിക്ക് ഉടനെ തന്നെ ബോധ്യമാവുകയും അദ്ദേഹത്തെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ ജോനതൻ ലീ റിച്ചസിന്റെ കഥയിലെ ഏറ്റവും മാസ് ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത് ഇനിയാണ് എന്ന് പറയാം. ലോകത്ത് ഏറ്റവും കൂടുതൽ കേസ് കൊടുത്ത ഒരു മനുഷ്യൻ, ബിൽഗേറ്റ്സിനെയും ബ്രിട്ടീഷ് രാജ്ഞിയെയും എന്തിനു പറയുന്നു സ്വന്തം അമ്മയെ വരെ കോടതിയിൽ കയറ്റിയ ജോനതൻ ലീ റിച്ചസ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കേസുകൾ ഒരു 4000-ന് മുകളിലൊക്കെ പോയപ്പോൾ ലോകം ഒന്നടങ്കം മൂക്കത്ത് വിരൽ വെച്ചുപോയി. കോടതികളുടെ ഉറക്കം സദാ കളയുന്ന ജോനതനെ തേടി ഒരു വലിയ ബഹുമതി എത്തി: ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസുകൾ കൊടുത്ത ഒരു വ്യക്തി എന്ന ലോക റെക്കോർഡ് ജോനതൻ ലീ റിച്ചസിന് നൽകുവാൻ അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ സാധാരണ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ചെയ്യുന്നത്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായി താൻ മാറാൻ പോകുന്നു എന്നോർത്ത് പലരും ആ നിമിഷത്തിൽ അഭിമാനം കൊള്ളും. പക്ഷേ ജോനതൻ ലീ റിച്ചസ് ഈ പറയുന്നത് പോലെ ഒരു സാധാരണക്കാരനൊന്നും അല്ലല്ലോ. തനിക്ക് ലഭിക്കാൻ പോകുന്ന ആ ലോക റെക്കോർഡ് വാർത്ത കേട്ട ഉടനെ തന്നെ ജോനതൻ തൻ്റെ പേനയും കടലാസും എടുക്കുകയാണ് ചെയ്തത്. അടുത്ത നിമിഷം തന്നെ കോടതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വക ഒരു പുതിയ പരാതിയാണ് പോകുന്നത്. പ്രതിപ്പട്ടികയിൽ ഇത്തവണ ആരാണെന്നായിരിക്കും ആലോചിക്കുന്നത്. സാക്ഷാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് തന്നെ. അപ്പോൾ കാരണം എന്താണെന്ന് കോടതിയിലെത്തിയപ്പോൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: എൻ്റെ യാതൊരു അനുവാദവുമില്ലാതെ എൻ്റെ ജീവിതത്തെക്കുറിച്ചും കേസുകളെക്കുറിച്ചും ഒരു പുസ്തകത്തിൽ എഴുതുവാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? എൻ്റെ സ്വകാര്യതയെ നിങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുവാനാണ് ശ്രമിക്കുന്നത്. അതെനിക്ക് വലിയ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടാക്കുന്നു. തൻ്റെ ഓരോ കേസും തൻ്റെ സ്വകാര്യ കലാസൃഷ്ടികളാണെന്നും അതിനെ ഒരു ലോക റെക്കോർഡായി കാണുന്നത് തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നുമാണ് അദ്ദേഹം വാദിച്ചത്. പുരസ്കാരങ്ങളും ലോക റെക്കോർഡുകളും വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് ആൾക്കാരും നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മൾ അവരെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ലോക റെക്കോർഡ് നൽകാൻ വരുന്നവരെ തന്നെ കോടതി കയറ്റിയ ഇതേപോലൊരു മനുഷ്യനെ നിങ്ങൾ ആരും ലോക ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു കേസോടെ ഗിന്നസ് ബുക്കിന് പോലും ഒരു കാര്യം മനസ്സിലായി:
അവൻ ഭൂലോക ഫ്രോഡും നമ്പർ 1 സൈക്കോയുമാണ് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ പ്രമുഖരെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളെ പറ്റിയോ അവരുടെ വിശ്വാസങ്ങളെ പറ്റിയോ ഒക്കെയാണ് ഇങ്ങനെ ഒരു കേസ് നൽകിയിരുന്നത് എന്നുണ്ടെങ്കിൽ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. എനിവേ, നിങ്ങൾ തന്നെ പറയുക, ഗിന്നസ് ബുക്കിനെ പോലും വെല്ലുവിളിച്ച ഈ ഒരു മനുഷ്യൻ ശരിക്കും ഒരു ജീനിയസ് ആണോ അതോ ഒരു വട്ടനാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ത്രില്ലിംഗ് കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ ലിജു സൈനിങ് ഓഫ്.